അപ്പൊ നമ്മൾ ഇനി പോകുന്നത് വീണ്ടും വനിതാ ദിന സ്പെഷ്യൽ വാർത്തകളിലേക്കാണ്. ഇനി ഒരുപാട് മിടുക്കികളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഇപ്പൊ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആയോധന കലയായ കളരിയിൽ മികവ് തെളിയിച്ച 2 പേരെയാണ്. അതായത് മലപ്പുറം എടപ്പാളിലെ ഒരു പറ്റം മിടുക്കികളെ കുറിച്ചാണ്. അതെ, ഈ SGS കളരിയിലെ HGS ആണ് കേട്ടോ, ക്ഷമിക്കണം, HGS കളരിയിലെ ഈ 2 മിടുക്കികൾ നിരവധി പേർക്കാണ് അവര് ശിക്ഷണം കൊടുക്കുന്നത്, കളരി അഭ്യസിപ്പിക്കുന്നത്. കളരി എപ്പോഴും ഈ ആയോധന കലകൾ പെൺകുട്ടികൾ പഠിച്ചിരിക്കണമെന്നൊക്കെ അച്ഛനമ്മമാർ പറയുന്നുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ കളരിക്ക് പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ അൻഷിഫയും ആരിഫയും ഇത്തരത്തിലൊരു ചരിത്രം തിരുത്തുമ്പോൾ അവരെ പഠിപ്പിച്ച ഗുരുക്കന്മാർക്ക് വലിയ അഭിമാനമാണ്. നമുക്ക് അവരുടെ ആ കാഴ്ചകളിലേക്ക്, വിശേഷങ്ങളിലേക്ക് പോകാം. 4, 5, 3, 4. Efficacy. ആൺമൈക്കോയ്മയുടെ ഹുങ്കുംപേര് നടക്കുന്നവർക്ക് ഇതെല്ലാം കാണുമ്പോൾ ഉള്ളൊന്നു കിടുങ്ങിയേക്കും. 1-2മല്ല, 50-ലധികം ഉണ്ണിയാർച്ചമാരാണ് ഇവിടെ കച്ചമുറുക്കുന്നത്. ഹനീഫ ഗുരുക്കളുടെ പിതാവ് ഹംസത്തലി ഗുരുക്കളുടെ പിന്തുടർച്ച ആരിഫയിലൂടെയും അൻഷിഫയിലൂടെയും ആസിഫിലൂടെയും ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുകയാണ്. അൻഷിഫയും ആസിഫും കളരഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദേശത്തായതിനാൽ ആരിഫയാണ് ഇപ്പോൾ കുട്ടികളെ അഭ്യസിപ്പിക്കുന്നത്. ിൽ ആരിഫയെ ഹനീഫ ഗുരുക്കൾ കച്ചകെട്ടിച്ചപ്പോൾ ചുളിഞ്ഞ പുരുകക്കൊടികൾ ഏറെ വൈകാതെ ഈ ഉറുമിത്തലകളുടെ നടനധ്വനികൾ ഉണർന്നതോടെ നിവർന്നു. ആരിഫയ്ക്ക് പിന്നാലെ അൻഷിഫയും കളരിയിലെത്തി. ആ ചുവട് പറ്റി പിന്നീട് അനവധി പെൺകുട്ടികളും. ആണിനൊപ്പമോ അതിനു മുൻപിലോ പയറ്റി നിൽക്കും ഇന്ന് ഈ കുട്ടികൾ. ഹനീഫ ഗുരുക്കൾ ഓർത്തെടുക്കുകയാണ് മക്കളെ കളരിയിലെത്തിച്ച കാലം. 2008 മുന്നേ ആയിട്ട് ആരിഫ വേദിയിലൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അന്ന് ആരിഫ മാത്രമേ പെൺകുട്ടിയായിട്ട് നമ്മളെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നുള്ളൂ, കളരിയിൽ. പിന്നെ അന്ന് ആ കാലഘട്ടത്തിലൊക്കെ പലവരും പറഞ്ഞ് പെൺകുട്ടികളെ അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം പെൺകുട്ടികൾക്ക് അത് ഇതല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അതിനെ അങ്ങോട്ട് മാനിച്ചില്ല എന്നുള്ളതല്ല, ഞാൻ അങ്ങോട്ട് ഗൗനിച്ചില്ല. പക്ഷേ അതേ ആളുകൾക്ക് തന്നെ ആ കുട്ടികളെ തിരിച്ച് പറഞ്ഞിട്ട് ചേർക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഇന്ന് എൻ്റെ കളരിയിൽ 50-ലേറെ പെൺകുട്ടികളുണ്ട്. ഒക്കെ ആരിഫയുടെയും അൻഷിഫയുടെയും ഇവരുടെയൊക്കെ കീഴിൽ തന്നെയാണത്. ആരിഫ ഇന്ന് കളരി ആചാര്യയാണ്, ഒപ്പം ഇന്നും പിതാവിൻ്റെ ശിഷ്യയുമാണ്. കളരി പഠനം ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങളും ഗുണങ്ങളും ഏറെയെന്ന് ആരിഫ പറയുന്നു. ചെറുപ്പം മുതലേ പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആസ് എ മാസ്റ്റർ അല്ലെങ്കിൽ ടീച്ചർ എന്ന മേഖലയ്ക്ക് ഞാൻ വരുന്ന കുട്ടികൾക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന ആളെന്ന ഇതിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ കുറച്ചൊരു +1 +2 ഒക്കെ ആയപ്പോൾ തുടങ്ങി പഠിപ്പിച്ചു കൊടുക്കാൻ ഒരുപാട് കുട്ടികളായി. അപ്പോൾ പിന്നെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. എനിക്ക് മക്കളോടല്ല, അവർ പാരൻസിനോടാണ് കൂടുതൽ റെസ്പെക്ട് തോന്നുന്നത്. കാരണം പാരൻസ് എല്ലാതും കണ്ടറിഞ്ഞിട്ടാണ് മക്കളെ കളരിയിലേക്ക് കൊണ്ടുവരുന്നത്. അത് കാരണം പാരൻസിനോടാണ് കൂടുതൽ ചെറിയ മക്കൾ അവർക്ക് അറിയില്ല എന്താണ് കളരി, എന്താണ് മാർഷൽ ആർട്സ് എന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ പാരൻസിന്റെ വില്ലിങ് കാരണമാണ് അവർ വരും. പിന്നെ വന്നതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെടുകയും അവർ കൂടുതൽ പഠിക്കാൻ വരികയും ചെയ്യുന്നത്. അത് കാരണം വളരെയധികം സന്തോഷമുണ്ട്. 10 വർഷത്തിലേറെയായി കളരി അഭ്യസിക്കുന്ന മിടുക്കികളുണ്ട് ഇവിടെ. കോളേജ് വിദ്യാർത്ഥിനികളായ ഇവർക്ക് പങ്കുവയ്ക്കാനുള്ളത് ആത്മവിശ്വാസത്തിന്റെ ചുവടുകളാണ്. ഞാൻ ആദ്യം ഡാൻസറായിരുന്നു, ക്ലാസിക്കൽ ഡാൻസാണ് പഠിച്ചിരുന്നത്. പിന്നീട് അമ്മ മെയ്വഴക്കത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളരി അന്വേഷിച്ച് ഹനീഫ ഗുരുക്കളുടെ അടുത്ത് കൊടുന്ന് വിടുന്നത്. അന്ന് തൊട്ട് സബ് ജൂനിയർ തൊട്ട് ചെറുപ്പം തൊട്ടിട്ട് പിന്നെ കളരിയിലോട്ട് മാറി. ഇപ്പോൾ ഡാൻസ് ഞാൻ 11 വർഷം കഴിഞ്ഞു കളരി പഠിക്കാൻ തുടങ്ങിയിട്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിറ്റാണ്. അത് തന്നെയാണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ എവിടെ പോയാലും കളരിയാണെന്ന് പറയുമ്പോൾ ഒരു അഭിമാനമാണ്. എനിക്ക് ഏട്ടന് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ എന്നെ എതിർത്ത് നിൽക്കാനും ഒക്കെ ഒരു മനക്കരുത്തുണ്ട്. ഇപ്പോൾ നമ്മൾ അടിച്ചു വീഴ്ത്താൻ പറ്റും അങ്ങനെയൊന്നല്ല, എന്നാലും നമുക്കൊരു ശബ്ദം എടുക്കാനെങ്കിലും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ കുട്ടികൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും പറയും, അത് കളരി കേട്ടാ കുറച്ച് വിട്ടു നിന്നാളെ, അങ്ങനെ എല്ലാവരും കേൾക്കുമ്പോൾ സന്തോഷം തോന്നും. അമ്മമാരാണ് മക്കൾ ആയോധന കലകൾ അഭ്യസിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഏറെയും. അവർക്കൊരു ധൈര്യം
ധൈര്യം വരണ്ടേ. ഇന്നിപ്പോൾ നമ്മൾ കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. ഒറ്റയ്ക്ക് എവിടെ പോയി വരാനും ഒക്കെ ഒരു ധൈര്യം വേണ്ടേ. അപ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റില്ല, മക്കളെങ്കിലും അത് ധൈര്യത്തോടെ പോയി വരട്ടെ. നല്ല കോൺസെൻട്രേഷൻ പവറൊക്കെ അവർക്ക് കുറച്ചുകൂടെ കൂടി, നല്ല ഡിസിപ്ലിൻഡ് ആണ് കുറച്ചുകൂടെ. സോ അതൊക്കെ ബെനിഫിറ്റാണ് കളരി ജോയിൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ എപ്പോഴും ഒരു സെൽഫ് ഡിഫെൻസ് കുട്ടികൾക്ക് അറിയണത് നല്ലതാണ്. അപ്പോൾ അവൾക്ക് കളരിയോട് പഠിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ കരാട്ടയൊക്കെ ഉണ്ട്, പക്ഷേ അവൾക്ക് അതിനെക്കാട്ടിലും ഇഷ്ടം കളരിയാണ്. അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്, ഒരു രസമാണെന്ന് പറയും. അത്യാവശ്യം ആൾ കുറച്ച് ഫിറ്റായി, കുറച്ച് ഇൻട്രോവേർട്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ ഓക്കെ ആയി, സംസാരിക്കാനായാലും എക്സസൈസ് ബോഡി ആയാലും ഫിറ്റായി വരുന്നു. ചെറിയ മോളാണ്, 8 വയസ്സായിട്ടുള്ളൂ. പെൺമക്കളെ തനിക്കൊപ്പം ചേർത്ത് നിർത്തി ആൺമേക്കോയ്മയുടെ വഴികളിലെ പാരമ്പര്യവാദികളെ അവഗണിച്ച് പോരാളം പഠിപ്പിച്ച ഹനീഫ ഗുരുക്കൾ എഴുതി ചേർത്തത് സമത്വത്തിന്റെ പുതിയ ജീവിതപാഠമാണ്. ഇന്നിന്റെ ഉണ്ണിയാർച്ചകൾ ഇവിടെ നിന്ന് ഉയരട്ടെ ആകാശത്തോളം ധീരതയോടെ. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, News 18.